ട്രംപേ, നിങ്ങളോട് ഇന്ത്യ ഒരിക്കലും പൊറുക്കില്ല. അധികാരത്തിന്റെ മത്തുപിടിച്ച് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഇന്ത്യക്കാരോട് വേണ്ട. അനധികൃതരായി കുടിയേറിയ ഇന്ത്യക്കാരുടെ കൈയും കാലും ബന്ധിച്ച് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻസിനെ സന്തോഷിപ്പിക്കാനായി നിങ്ങൾ പടച്ചുവിട്ട ആ വീഡിയോ ഇന്ത്യക്കാരുടെ ഹൃദയത്തിലാണ് കൊണ്ടത്. അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ ഒരു വിമുഖതയും കാണിക്കാത്ത ഇന്ത്യയോട്, അമേരിക്കയോട് എന്നും സൗഹൃദം പുലർത്തിയ ഇന്ത്യയോട് അല്പം കൂടി നിങ്ങൾക്ക് മാന്യത കാണിക്കാവുന്നതാണ്. പണി എന്തായാലും തരും, കാത്തിരുന്നോളൂ. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അനധികൃതരായ ഇന്ത്യൻ കുടിയേറ്റക്കാരെ പുറത്താക്കിയ ട്രംപിന്റെ വിമാനം ഇന്ത്യയിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. കയ്യും കാലും ബന്ധിച്ച് മനുഷ്യത്വത്തിന്റെ യാതൊരു പരിഗണനയും നൽകാതെ ഇന്ത്യക്കാരോട് അമേരിക്ക കാണിച്ച നടപടിയാണ് ഇന്ത്യൻ ജനതയെ പ്രകോപിപ്പിച്ചത്. 18,000 അനധികൃത കുടിയേറ്റക്കാരിൽ ആദ്യത്തെ ബാച്ചിനെയാണ് അമേരിക്ക ഇന്ത്യയിലേക്ക് അയച്ചത് എന്നത് ശ്രദ്ധേയമാണ്. അനധികൃത കുടിയേറ്റം ആരോപിച്ച് അമേരിക്ക നാടുകടത്തിയ ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം പഞ്ചാബിലെ അമൃത്സറിലെത്തിയതോടെ വലിയ ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചത്. 104 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 1:55 US മിലിറ്ററിയുടെ C-70 ചരക്കു വിമാനം അമൃത്സറിൽ ലാൻഡ് ചെയ്തു. തിരിച്ചെത്തിയ ഇന്ത്യക്കാരിൽ 30 പേർ പഞ്ചാബിൽ നിന്നുള്ളവരാണ്. 33 ഹരിയാനക്കാരും 33 ഗുജറാത്തികളും സംഘത്തിലുണ്ട്. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് 3 പേർ വീതവും ഛത്തീസ്ഗഡിൽ നിന്നുള്ള 2 പേരും തിരിച്ചെത്തിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടം അധികാരമേറ്റതിനു പിന്നാലെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കാനുള്ള നടപടികൾ സജീവമായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് അനധികൃതമായി അമേരിക്കയിൽ എത്തുകയോ വിസ, വർക്ക് പെർമിറ്റ് കാലാവധി കഴിഞ്ഞ ശേഷവും അവിടെ തുടരുകയോ ചെയ്ത ഇന്ത്യക്കാരെ നാടുകടത്താൻ തീരുമാനമായത്. 205 പേരെ തിരിച്ചയക്കണമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട്. ശേഷിച്ചവരെ വൈകാതെ മടക്കി അയച്ചേക്കും. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അനധികൃത മാർഗങ്ങളിലൂടെ US-ലെത്തിയ ഒട്ടേറെ പേർ നാടുകടത്തൽ ഭീഷണിയിലാണ് ഇപ്പോൾ കഴിയുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന അമേരിക്കയുടെ നടപടികളോട് ഇന്ത്യ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്നത് വലിയ വസ്തുതയാണ്. ഇന്ത്യ അനധികൃത കുടിയേറ്റത്തിന് എതിരാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കറും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളും വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാൻ അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കണം എന്നത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. രേഖകൾ പരിശോധിച്ച് ഇന്ത്യൻ പൗരന്മാരാണെന്ന് ഉറപ്പാക്കപ്പെടുന്ന എല്ലാവരെയും സ്വീകരിക്കുമെന്ന് ജയ്സ്വാൾ അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 12-ന് അമേരിക്കയിൽ എത്താനിരിക്കെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തിരക്കിട്ട ഈ നീക്കം. കുടിയേറ്റ വിഷയം മോദി ട്രംപുമായി ചർച്ച ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അമൃത്സറിൽ ഇറങ്ങുന്നവരെ വിലങ്ങിട്ടാണ് അമേരിക്ക ഇന്ത്യക്കാരെ നാട് കടത്തിയതെന്ന് വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ടായിരുന്നു. കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുമിട്ടാണ് കൊണ്ടുവന്നതെന്നും അമൃത്സറിൽ എത്തിയ ശേഷമാണ് വിലങ്ങ് അഴിച്ചതെന്നും മടങ്ങിയെത്തിയ ഇന്ത്യക്കാർ വെളിപ്പെടുത്തി രംഗത്ത് വന്നു. വിലങ്ങു വെച്ചതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ച ചിത്രങ്ങൾ ഇന്ത്യക്കാരുടേതല്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ US സൈനിക വിമാനത്തിൽ നാട്ടിൽ തിരിച്ചെത്തിയ ജയ്സ്പാൽ സിംഗിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ വന്നതോടെ കാര്യങ്ങൾ സങ്കീർണമായി. അപ്പോൾ തന്നെ ആ വിഷയം ചർച്ചയായിരുന്നുവെങ്കിലും അമേരിക്കയുടെ വീഡിയോ പുറത്തു വന്നതോടെയാണ് കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയത്. രാജ്യത്ത് അനധികൃതരായി എത്തിയവരെ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് സംബോധന ചെയ്യുന്നത് വളരെ സ്വാഭാവികമാണ്. അതായത് അനധികൃത കുടിയേറ്റം എന്നാണ് ഇതിന്റെ മലയാളം. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വെച്ച് യുദ്ധ കുറ്റവാളികളെ പിടിച്ചതുപോലെയാണ് ഈ വീഡിയോ അമേരിക്ക പുറത്തുവിട്ടത്. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, 40 മണിക്കൂർ സമയമാണ് അവർ ആ വിമാനത്തിൽ ചിലവഴിച്ചത്. വാഷ്റൂമിൽ പോകാൻ പോലും വിലങ്ങഴിച്ചില്ല. ഭക്ഷണം കഴിക്കാനും ആ വിലങ്ങുകൾ അവർക്ക് തടസ്സം സൃഷ്ടിച്ചു. ഇതിൽ പുരുഷന്മാർ മാത്രമല്ല, 25ഓളം സ്ത്രീകളും 12 കുട്ടികളും അടങ്ങുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ 2 വാദങ്ങൾ ഇവിടെ നിലനിന്നു തുടങ്ങി. ഒന്ന്, എന്തിന് നിയമപരമല്ലാതെ അമേരിക്കയിലേക്ക് പോയി എന്നതാണ്. വളരെ പ്രസക്തമായൊരു ചോദ്യം തന്നെയാണത്. അനധികൃത കുടിയേറ്റം ഒരു രാജ്യത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ്. അനധികൃത കുടിയേറ്റക്കാരെ മുഴുവനായി ഒഴിപ്പിക്കണമെന്ന് പ്രഖ്യാപിച്ചാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് വലിയ അംഗീകാരം തന്നെയാണ്. ആദ്യപടി വിജയകരമായി പൂർത്തിയാക്കി എന്നതാണ് ഇത്തരമൊരു വാർത്ത പുറത്തുവിട്ട ട്രംപ് ലോകത്തോട് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് അനധികൃത കുടിയേറ്റം നടത്തിയവരോട് ഇന്ത്യൻ സമൂഹത്തിൽ ഉയർന്നു വന്ന ചോദ്യമാണ്, എന്തിന് നിയമപരമല്ലാതെ പോയി എന്നത്. മാത്രവുമല്ല, നിങ്ങൾ പോകണം എന്നാണെങ്കിൽ നിയമപരമായി അമേരിക്കൻ വിസ സംഘടിപ്പിച്ച് പോകാമായിരുന്നില്ലേ എന്നതൊക്കെയാണ് ചോദ്യങ്ങൾ. എന്നാൽ ഇത്തരക്കാരോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇന്ത്യയിൽ നിന്ന് നിയമപരമല്ലാത്ത 7.2 ലക്ഷത്തിൽ പരം ആളുകൾ അമേരിക്കയിൽ കുടിയേറി താമസിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ. അതിൽ എല്ലാ രേഖകളും നോക്കി ഇവർ നിയമപരമല്ലാതെയാണ് അമേരിക്കയിൽ കഴിയുന്നത് എന്ന് ഉറപ്പുവരുത്തി മനസ്സിലാക്കിയ 18,000 ആളുകളെ കുറിച്ചാണ് ഇന്ത്യയോട് അമേരിക്ക
സംസാരിച്ചതുപോലും. അവരിൽ കുറച്ചു പേർ മാത്രമാണ് ഇന്ത്യയിൽ എത്തപ്പെട്ടത്. എന്നാൽ നിയമപരമല്ലാതെയാണ് തങ്ങൾ അമേരിക്കയിൽ എത്തിയത് എന്ന് മനസ്സിലാക്കാൻ പോലും ആകാത്ത കുറേ ആളുകൾ അവിടെ കഴിയുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. പലരും ചതിക്കപ്പെട്ടവരാണ് എന്ന് ഓർക്കുക. ഇവരിൽ പലർക്കും മികച്ച വിദ്യാഭ്യാസം പോലുമില്ല. അതുകൊണ്ട് ചിലപ്പോൾ തട്ടിപ്പാണെന്ന് ആ പാവങ്ങൾക്ക് മനസ്സിലായി കാണാനും ഇടയില്ല. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പണം തട്ടിച്ച് പലരെയും ഏജന്റുമാർ കുടുക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് നിങ്ങളോട് പറഞ്ഞത്. അവരുടെ വീടും മറ്റ് സ്വത്തുവകകളും ഒക്കെ വിറ്റാണ് ഏജന്റിന് പണം നൽകി അവർ നാട് വിട്ടത്. ഇതിന് സമാനമായ കഥയാണ് ഒരു ഗുജറാത്തി കുടുംബത്തിന് പറയാനുള്ളതും. അമേരിക്കൻ സ്വപ്നത്തിന് അവർ നൽകിയത് 1 കോടി രൂപയാണ് എന്നത് ഓർക്കണം. മറ്റൊരു വിവാദം കൂടി ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. പഞ്ചാബിലെ അമൃത്സറിലാണല്ലോ വിമാനം പറന്നിറങ്ങിയത്. അതോടെ അവരൊക്കെ പഞ്ചാബികളാണെന്ന ഒരു വിഷയം വന്നു. പിന്നെ കുടിയേറ്റത്തിന് പേര് കേട്ടവരാണല്ലോ ഈ പഞ്ചാബികൾ. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. 104 പേരിൽ 33 ഗുജറാത്തികളും 30 ഹരിയാനക്കാരും 30 പഞ്ചാബികളും അതിൽ 24 സ്ത്രീകളും 12 കുട്ടികളുമാണ് അടങ്ങിയിരിക്കുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നത് കുറച്ച് പേരാണ്. എന്നാൽ ഇനിയും ആയിരങ്ങളാണ് ഇന്ത്യയിലേക്ക് മടങ്ങി വരവിന് കാത്തിരിക്കുന്നത്. എന്തായാലും പാർലമെന്റിലടക്കം ഈ വിഷയം കത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കയ്യിലും കാലിലും ചങ്ങലയിട്ട് എന്തിനു കൊണ്ടുവന്നു എന്ന ചോദ്യമാണ് അവിടെ ഉയർന്നത്. എന്നാൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അതിന് ഉത്തരം നൽകിയിട്ടുമുണ്ട്. ഇത്തരക്കാരെ കൊണ്ടുവരുമ്പോൾ കൈകളിൽ വിലങ്ങിടാമെന്ന ചട്ടമുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ ഇവിടെയും കയ്യിലും കാലിലും വിലങ്ങിട്ട് ആളുകൾ എത്ര പ്രയാസപ്പെട്ടാണ് ആ വിമാനത്തിലേക്ക് കയറുന്നത് എന്ന് നോക്കൂ. 40 മണിക്കൂർ സമയം, അതിൽ 6 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് അവർ യാത്ര ചെയ്തത്. എന്നാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വിലങ്ങിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ചങ്ങലയും കൈവിലങ്ങും ധരിപ്പിച്ചത് മനുഷ്യത്വരഹിതമായ നടപടിയാണെന്നും കേന്ദ്രം ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടില്ലെന്നുമുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയായിട്ടാണ് വിദേശകാര്യമന്ത്രി സംസാരിച്ചത്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, അതായത് ICE ആണ് US-ൽ നിന്ന് ആളുകളെ തിരിച്ചയക്കുന്നത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. വിമാനം വഴിയുള്ള നാടുകടത്തലുകൾക്കുള്ള SOP 2012 നിലവിൽ വന്നത് പ്രകാരം യാത്രികർക്കുമേൽ നിയന്ത്രണങ്ങൾ സ്ഥാപിക്കാൻ അനുമതി നൽകുന്നുമുണ്ട്. തിരിച്ചയച്ചവരിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയന്ത്രണങ്ങൾ സ്ഥാപിച്ചിരുന്നില്ല എന്ന് ICE അറിയിച്ചിരുന്നതായും ജയശങ്കർ കൂട്ടിച്ചേർത്തു. 10 മണിക്കൂർ യാത്രക്കിടയിൽ യാത്രികർക്ക് ഭക്ഷണവും മരുന്നുകളും ലഭിച്ചിരുന്നുവെന്നും മന്ത്രി പറയുന്നുണ്ട്. പിന്നെ ഇതാദ്യമായിട്ടല്ല അമേരിക്ക ഇങ്ങനെ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് മടക്കി അയക്കുന്നത്. അതിന്റെ ഒരു റിപ്പോർട്ടും അദ്ദേഹം പറയുന്നുണ്ട്. ആ പട്ടിക നമുക്കൊന്ന് നോക്കാം. 2009 734 പേരെയാണ് മടക്കി അയക്കുന്നത്. 2010 799, 2011 597, 2012 530, 2013 അത് 515 ആണ്. 2014 ആകുമ്പോഴേക്കും 591 പേർ, 2015 708, 2016 1303, 2017 1024, 2018 1180, 2019 2042, 2020 1889, 2021 805, 2022 862 പേർ, 2023 617 പേർ, 2024 1368, 2025 അത് 104. ഇങ്ങനെയാണ് ആ കണക്കുകൾ. അനധികൃതമായി കുടിയേറിയ 100-ലേറെ ഇന്ത്യക്കാരുമായി US തിരിച്ചെത്തിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധിച്ചിരുന്നു. ഇതിനിടെ രാജ്യസഭയിൽ US-ൽ നിന്ന് തിരിച്ചയക്കുന്ന സംഭവം പുതിയതല്ലെന്നും വർഷങ്ങളായി നടന്നുവരുന്ന കാര്യമാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കുകയായിരുന്നു. 2009 മുതൽ രാജ്യത്തേക്ക് തിരിച്ചയച്ച അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണവും വിദേശകാര്യമന്ത്രി അവതരിപ്പിക്കുന്നുണ്ട്. ഇക്കാലയളവിൽ 15,756 അനധികൃത കുടിയേറ്റക്കാരെ US ഇന്ത്യയിലേക്ക് അയച്ചെന്നും ഏതെങ്കിലും ഒരു രാജ്യത്തിനു മാത്രമുള്ള പ്രശ്നമല്ല ഇതെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു. വിദേശകാര്യമന്ത്രി രാജ്യസഭയിൽ നൽകിയ കണക്കുകൾ പ്രകാരം 2019 US-ൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ തിരിച്ചയച്ചിട്ടുള്ളത്. ആ ലിസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 2042 പേരാണ് അക്കൊല്ലം രാജ്യത്തേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അമേരിക്കയുടെ ഈ നടപടി എങ്ങനെയാണ് ഇന്ത്യക്കാരെ ബാധിക്കുക? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റിൽ കുറിക്കുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.